ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നെക്ക് ഡിസൈനാണ്. നമ്മൾ കുറേ നാളായി നെക്ക് ഡിസൈൻ ചെയ്തിട്ട്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ വീഡിയോയുടെ താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്ന് എഴുതിയിട്ടുണ്ടാവും. അവിടെ ഒന്ന് പോയി തൊടണം. അവിടെ തൊട്ട് കഴിയുമ്പം ഒരു ബെല്ലൈക്കൺ കൂടി വരും, അതിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് നമ്മുടെ അളവിൽ നെക്ക് കട്ട് ചെയ്തെടുക്കണം. ഞാൻ നെക്ക് കട്ട് ചെയ്ത വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു, പക്ഷേ റെക്കോർഡായില്ലായിരുന്നു. അപ്പം ഞാൻ പറയാം. ആദ്യം ഞാൻ വിഡ്ത്തായിട്ട് എടുത്തേക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പം അത് മടക്കി വരുമ്പോൾ 4 ഇഞ്ച് വരും. അതുപോലെ ലെങ്ത്തായിട്ട് എടുത്തേക്കുന്നത് 3 ഇഞ്ചാണ്. ഇത് ബോട്ട് നെക്കിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പം ഞാനിതൊരു ബൂട്ട് നെക്ക് പോലെയാണ് ചെയ്തേക്കുന്നത്. അപ്പം നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ നെക്ക് ഒന്ന് അടിക്കണം. അപ്പം നമുക്ക് വേറൊരു സെയിം കളറിലുള്ള പീസ് എടുത്തിട്ട് ഈ നെക്ക് നമുക്ക് ഇതിൻ്റെ മേലെ വെച്ചിട്ട് ആ ഒരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ക്യാൻവാസൊക്കെ വെച്ച് ചെയ്യുന്നതിന് പകരമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് വെച്ചൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്ലാക്ക് കളറിലൊരു പീസ് എടുത്തിട്ട് അത് ഡബിൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ മേലെ നമ്മുടെ ചുരിദാറിൻ്റെ നെക്ക് കൊണ്ട് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യണം. കുറച്ച് കൂട്ടി 1 ഇഞ്ചൊക്കെ കൂട്ടി മാർക്ക് ചെയ്യുന്നത് നല്ലതാണ്. അഥവാ ഇനി കുറഞ്ഞു പോയാൽ നമുക്ക് ഒന്നും കൂടി ചെയ്യേണ്ടി വരില്ലല്ലോ. അപ്പോൾ ഞാനെപ്പോഴും കൂട്ടിയാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം ഇത്രയൊന്ന് കൂട്ടി മാർക്ക് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് നമ്മൾ താഴത്തേക്ക് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകണം ഫുള്ളായിട്ട്. എന്നിട്ട് അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം നമ്മൾ ഇതുപോലെ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, ഈ താഴത്ത്, ഇതിങ്ങനെ നമുക്കൊന്ന് മടക്കി കൊടുക്കണം. മടക്കി സ്റ്റിച്ച് ചെയ്യണം. ഈ റൗണ്ട് ഇത് ഫുള്ളായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴെ ഭാഗം ഒരു പ്രാവശ്യം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പം നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പം ഞാനത് സ്റ്റിച്ച് ചെയ്തു. ഇതിൻ്റെ അടിഭാഗം ചുമ്മാ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇത് നമ്മുടെ നെക്കിൻ്റെ ഇവിടെ ഇങ്ങനെ കൊണ്ടുവച്ചിട്ട് ഇത് നെക്കിൻ്റെ ആ സൈഡ് ചേർത്ത് സ്റ്റിച്ച് ചെയ്യണം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. നമ്മൾ നെക്ക് സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഇതിൻ്റെ സൈഡ് നെക്കിൻ്റെ ആ ലൈൻ നമുക്ക് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ചുരിദാറിൻ്റെ നല്ല വശത്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ, അത് മറക്കരുത്. ഇതിപ്പം ഞാൻ അടിച്ച ഭാഗം ഇങ്ങനെ വരുന്ന രീതിയിൽ വെച്ചിട്ട് ഇത് നമ്മളിവിടെ ഇങ്ങനെ വെച്ചിട്ട് ചുരിദാറിൻ്റെ നല്ല വശത്ത് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യാണ് വേണ്ടത്. ഇത് നമ്മൾ എന്നിട്ട് അപ്പുറത്തേക്ക് മറിച്ചിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം ഇതിലിപ്പോൾ ഇങ്ങനെ ഒരു പ്രിൻറ്റ് കാണാമല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഉള്ളിലെ വശത്തിലേക്ക് അത് പോകും, അതുകൊണ്ട് അത് കുഴപ്പമൊന്നുമില്ല. അപ്പം അതങ്ങനെ അടിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ അപ്പുറത്തേക്ക് ഇത് മറിച്ചിടുകയാണ് വേണ്ടത്. മറിച്ചിട്ടിട്ട് നമ്മളൊന്ന് പതിച്ചടിക്കണം. അങ്ങനെ നമ്മൾ നെക്ക് കംപ്ലീറ്റ് ആകുക. അതിന് മുമ്പേ നമുക്കിത് വേണമെങ്കിൽ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം, ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് അപ്പുറത്തേക്ക് ഇങ്ങനെ മറിച്ചിടാം, ഉള്ളിലേക്ക് മറിച്ചിടാം. എന്നിട്ട് നമുക്കിത് ഇങ്ങനെയൊന്ന് ഇപ്പം മറിച്ചിട്ട് ആ ഭാഗം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് പതിച്ചടിക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡിസൈൻ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഡോറിയാണ് വേണ്ടത്. ഇതിൻ്റെ ലെങ്ത്ത് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം നമ്മളെടുക്കുന്ന നെക്കിൻ്റെ അളവ് പോലെ ഇരിക്കും ഇതിൻ്റെ ലെങ്ത്ത്. അപ്പം ഇത് നമ്മൾ നല്ല തിന്നായിട്ടുള്ള ഡോറിയാണ് കേട്ടോ ഇതിന് വേണ്ടത്. അതായിരിക്കും നല്ല ഭംഗിയിൽ നിൽക്കുക. ഈ ഡോറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാനൊരു നെക്ക് ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അത് അറിയത്തില്ലാത്തവർ കണ്ടു നോക്കണം. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ നമുക്ക് കുറച്ച് പേൾസും വേണം. അത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ചെയ്താൽ മതി കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം കേട്ടോ. ഇത് നമ്മൾ ഇതുപോലെ വെച്ചിട്ട് ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഇവിടുന്ന് താഴത്തേക്ക് 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇത് ഫുള്ളായിട്ട് നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇനി നമുക്കിത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വരയ്ക്കാം. ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പത്തിനാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടുന്ന് 2 സൈഡിൽ നിന്നും താഴത്തേക്ക് ഒരു 1/2 ഇഞ്ച് വിടണം. അവിടെ തൊട്ട് വേണം നമ്മൾ ഈ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്, ഇങ്ങനെ പറഞ്ഞു തരുന്നേക്കാളും.
എന്നാലും നമുക്കൊന്ന് പറയാം. ആദ്യം നമുക്ക് ഈ സൈഡിൽ നിന്നാണ് തുടങ്ങേണ്ടത്. 2 സൈഡിൽ നിന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് സെൻറ്ററിൽ എത്തുമ്പോൾ താഴത്തേക്ക് കുറച്ച് ലെങ്ത്തിൽ ഇങ്ങനെ താഴത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഫോട്ടോയിൽ കണ്ടില്ലേ? അപ്പം നമ്മൾ ആദ്യം ഈ സൈഡിൽ നിന്ന് തുടങ്ങുക. ഒരു ലെങ്ത്തിലുള്ള ഒരു പീസ് ഡോറി എടുത്തിട്ട് എന്നിട്ട് നമ്മളത് ഈ സെൻറ്ററിൽ ഞാൻ ബ്ലൂ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, അവിടെ വരെ എത്തുമ്പോൾ നമ്മളത് നിർത്തിയിട്ട് താഴത്തേക്ക് ബാക്കി വരുന്നത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം ഷേപ്പ് നിങ്ങൾ നോക്കുക, ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അത് ഫോട്ടോയിലൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് മുകളിലേക്ക് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്ത് പോവാണ്. അപ്പം നമ്മൾ ആ താഴെ മാർക്ക് ചെയ്തായിരുന്നല്ലോ 2 ഇഞ്ച് ആദ്യം. അപ്പം ആ ഒരു ഓർഡറിലാണ് ഇതെല്ലാം ഇങ്ങനെ പോകേണ്ടത്. എന്നിട്ട് നമ്മൾ സെൻറ്ററിൽ എത്തുമ്പോൾ നിർത്തണം. എന്നിട്ട് നമ്മൾ വീണ്ടും അപ്പർ സൈഡിൽ നിന്ന് തുടങ്ങണം. ഇതിപ്പം ലെഫ്റ്റ് സൈഡാണെങ്കിൽ ഇത് നമ്മൾ സെൻറ്ററിൽ ആ ബ്ലൂ ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ അവിടെ എത്തുമ്പം നിർത്തണം. എന്നിട്ട് പിന്നെ നമ്മൾ വേറൊരു ഡോർ എടുത്തിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് പിന്നെയും തുടങ്ങണം. കണ്ടോ, ഒരു ലെങ്ത്തിലുള്ള ഡോറി വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ബാക്കി വരുന്ന താഴത്തേക്ക് ഇങ്ങനെ കിടക്കുകയാണ്. ഇനി നമുക്ക് അപ്പർ സൈഡിൽ നിന്ന് തുടങ്ങണം. അതാണ് പറഞ്ഞത്. അപ്പം മനസ്സിലായല്ലോ അല്ലേ? അങ്ങനെ നമ്മൾ ആ സെയിം പ്രോസസ്സ് തന്നെ 2 ഭാഗവും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് കണ്ടോ, ഇതുപോലെ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വെച്ചാൽ മതി. ഇനി നിങ്ങൾക്ക് ഇത് സാരി ബ്ലൗസിൽ വേണമെങ്കിൽ കൊടുക്കാം. അന്നേരം നമുക്കിങ്ങനെ എക്സ്ട്രാ ഇങ്ങനെ താഴത്തേക്ക് വെക്കേണ്ട കാര്യമില്ല. അന്നേരം നമുക്ക് ഒരു ഡോറി മതി. അത് നമ്മളിങ്ങനെ ഫുള്ളായിട്ട് റൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാണ്. അങ്ങനെ കൊടുത്താലും നല്ലതായിരിക്കും. ഇനി നമുക്ക് ബീഡ്സ് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഈ യു ഷേപ്പിലുള്ള താഴത്തെയും മുകളിലത്തെയും ആ ഒരു ഭാഗത്താണ് ബീഡ്സ് പിടിപ്പിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ മുകളിൽ കണ്ടോ, ഇതുപോലെ ഈ ഭാഗത്തായിട്ട് ഫുള്ള് നമ്മൾ കംപ്ലീറ്റ് ബീഡ്സ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ എടുക്കുമ്പം കുറച്ച് വലിയ ബീഡ്സാണ് എടുക്കേണ്ടത്. നമ്മുടെ ഡോറിനേക്കാളും കുറച്ചുകൂടി ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. എന്നാലും നമ്മൾ ഡോറി താഴത്തെ ഭാഗത്തുള്ളത് അത് അവിടെ അങ്ങനെ സേഫായിട്ട് ഇരിക്കത്തുള്ളൂ. മുകളിൽ നമുക്ക് ഏത് ഷേപ്പിലുള്ള ഏത് വലുപ്പത്തിലുള്ള വെച്ചാലും കുഴപ്പമില്ല. താഴെ വയ്ക്കുമ്പം നമുക്ക് കുറച്ചും കൂടി വലുത് വേണം. അപ്പം ബീഡ്സ് വയ്ക്കുമ്പം ഞാനിപ്പം സെയിം സൈസിലുള്ളതാണ് താഴെയും മുകളിലും വെക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ചെറുത് വയ്ക്കുമ്പോൾ നമ്മുടെ താഴത്തെ ആ ഭാഗം ഇങ്ങനെ അവിടുന്ന് ബീഡ്സിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വിട്ടു പോരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വലിയ ബീഡ്സ് വയ്ക്കണമെന്ന്. അപ്പോൾ എൻ്റെ അത്യാവശ്യം വലിപ്പമുള്ളതായതുകൊണ്ട് ഇത് മതി. ഞാൻ നോക്കി, അപ്പോൾ അതങ്ങനെ പോരുന്നൊന്നുമില്ല പുറത്തേക്ക്. അപ്പം നമുക്കിതിങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് ബീഡ്സ് പിടിപ്പിക്കാം. ഈ യു ഷേപ്പിലുള്ള സ്ഥലത്തെല്ലാം നമുക്കിങ്ങനെ ഈ ബീഡ്സ് പിടിപ്പിച്ച് പോകണം. താഴത്തെ ഭാഗത്ത് ബീഡ്സ് വെക്കുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം താഴത്തെ ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ ആ ബീഡ്സിൻ്റെ ആ ഒരു ഇതിലാണ് അത് അങ്ങനെ ലെവലായിട്ടിരിക്കുന്നത്. അപ്പം നമ്മൾ വലിയ ബീഡ്സ് എടുത്താലേ അങ്ങനെ ഇരിക്കുകയുള്ളൂ. ഇത്രയെങ്കിലും വലുപ്പത്തിലുള്ള ബീഡ്സ് എടുക്കണം. എന്നാലേ നമുക്ക് താഴെ വെച്ചാൽ കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ ഇരിക്കത്തുള്ളൂ. അതാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഇതുപോലെ തന്നെ നമുക്കിനി ഈ താഴെ കണ്ടോ, ഇതുപോലെ ഓർഡറിലൊന്നും ഇങ്ങനെ വെക്കുക നമ്മുടെ ആ താഴത്തെ ഡിസൈൻ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ബീഡ്സ് വരുന്ന രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നിൽക്കണം. എന്നാലായിരിക്കും നമുക്ക് ആ സംഭവം മുകളിലേക്ക് വരാതെ നല്ല കറക്റ്റായിട്ട് നിൽക്കുക. അതാണ് പറഞ്ഞത്. അപ്പം നമുക്ക് ഈ ഒരു മുകളിൽ പിടിപ്പിച്ച പോലെ തന്നെ നമുക്കിനി താഴെയും ബീഡ്സ് പിടിപ്പിച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഈ സെൻറ്ററിൽ കുറച്ച് താഴത്തേക്ക് എടുക്കുന്നില്ലേ 2 ഡോറി, അതിൻ്റെ അറ്റത്ത് നമുക്ക് വേണമെങ്കിൽ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് കെട്ടിയിട്ട് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ നമ്മുടെ നെക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയി. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത്. നമുക്കിനി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം. താങ്ക്